ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. വെള്ളിയാഴ്ച ദിവസം ഇന്നലെ ആരോ കമന്റ് ചെയ്ത പോലെ തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം എന്നാരോ പറഞ്ഞിരുന്നു. ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒക്കെ ചിന്താഗതി ഈ പോലെ മാർക്കറ്റ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ആക്ച്വലി ഇന്നലെ ഒരു മാർക്കറ്റിൻ്റെയും സഹായം ഇല്ലാതെ നിഫ്റ്റി അതിശക്തമായ രീതിയിൽ റിക്കവറി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ന്യൂസ് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ സിംഗപ്പൂരിലെല്ലാം തന്നെ കോവിഡ് കേസുകൾ സ്ലൈറ്റ്ലി റൈസ് ആവുന്നുണ്ട്. അത് ആ ഒരു കൺസേൺ മാത്രമാണ് ഗ്ലോബലി ഉള്ളത്, ഹോങ്കോങ്ങും സിംഗപ്പൂരും. പക്ഷെ അതൊന്നും തന്നെ ഈവൻ ആ മാർക്കറ്റിനെ പോലും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് നിഫ്റ്റിയിൽ ഉണ്ടായ വളരെ റീസെൻ്റ് ആയിട്ട് കണ്ട വളരെ ശക്തമായ ഒരു റാലിക്ക് ശേഷം ഉണ്ടായ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. വെള്ളിയാഴ്ച ദിവസമാണ്, ശനി ഞായർ ദിവസങ്ങളിൽ പൊസിഷൻ അന്ന് പിന്നെ ഹോൾഡ് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ യുക്രൈൻ ടീമെല്ലാം തന്നെ ഇസ്താംബുളിൽ ചർച്ചയൊക്കെ എത്തുന്നുണ്ട്. റഷ്യ ആയിട്ടുള്ള വാറെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ട്രംപ് നേരിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രസ്താവന, ഒരു പ്രത്യേകത, എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ട്രംപിന് വേണമെന്നുള്ളതാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാശി. ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പോലും അത് സോൾവ് ചെയ്തത് ഞാനാണ് എന്ന് ട്രംപ് സ്ഥാപിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനിടെ ഇന്നലെയും ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യ 0% താരിഫ് US ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു രീതിയിലും അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോകുകയാണെങ്കിൽ, ഇന്ന് സ്ലൈറ്റ്ലി നിഫ്റ്റി ഏകദേശം -43 പോയിന്റ്, സെൻസെക്സ് 200 പോയിന്റ് ഫോളോ ചെയ്തു. എന്നാൽ ബാങ്കും ഫിനാൻഷ്യൽ സെക്ടേഴ്സും എല്ലാം തന്നെ ഇടിയാതെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. റിലയൻസ്, ICICI ബാങ്ക്, BL തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് നിഫ്റ്റിയിൽ ടോപ്പ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. SBI, എയർടെൽ, സിപ്ല തുടങ്ങിയ കമ്പനീസ് റെഡിൽ ക്ലോസ് ചെയ്തു. ഇതിൽ സിങ്ടെൽ എന്ന് പറയുന്ന എയർടെലിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 13,000 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റോക്കുകൾ വിറ്റ് മാറിയേക്കാം എന്നുള്ള ന്യൂസൊക്കെ എയർടെലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ സിപ്ല ഫാർമ കമ്പനിയാണ് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഒക്കെ എല്ലാം തന്നെ ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. എന്നാലും ഇന്ന് കണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. പറയാതിരിക്കാൻ വയ്യ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇത്ര നാളും ഒരുപാട് ആളുകളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളോ വലിയ ചലനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കിടന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു വർഷം ഒരാൾ ഒരു സ്റ്റോക്കിലോ ഒരു ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ളതിനേക്കാൾ ഡബിൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മാജിക് ഉള്ളത്. എപ്പോൾ സ്റ്റോക്ക് സ്പൈക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദീർഘകാലത്തേക്ക് ഇടുമ്പോൾ എപ്പോഴൊക്കെ സ്പൈക്ക് ചെയ്യുമെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണാൻ. അപ്പോൾ ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് മാത്രമല്ല, റെയിൽവേ സ്റ്റോക്കുകളിലും ശക്തമായിട്ടുള്ള ബൈങ് കണ്ടു. RVNL, ഐക്കോൺ, റൈറ്റ്സ് തുടങ്ങിയ കമ്പനീസും മറ്റുള്ള റെയിൽവേ സ്റ്റോക്കുകളും റാലി രേഖപ്പെടുത്തി. ഈ ഒരു വീക്ക് റെയിൽവേ സ്റ്റോക്കുകൾ 30% റാലി രേഖപ്പെടുത്തി. പക്ഷേ പല ആളുകളുടെ കയ്യിലും IRCTC ഒക്കെ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. IRCTCയിൽ എന്തോ ഏകദേശം 1200 പോയ IRCTC വീണ്ടും ഒരു 760 ഇടിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് മൂവ്മെൻറ്റും തന്നെ IRCTC നടത്തുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. IRFCയും അതുപോലെ തന്നെ 30,000 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻ്റ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് 2026 കൂടിയിട്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ RVNLനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. RVNLനും ഒരു സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡറും ലഭിച്ചിരുന്നു. RVNL ഇന്ന് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി നമ്മൾ കണ്ടു. ഇന്ന് പ്രധാനമായിട്ടും ധനൂക അഗ്രിടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർന്നതിനെ തുടർന്ന് സ്റ്റോക്ക് ഏകദേശം 10% റാലി രേഖപ്പെടുത്തി. ഇമാമി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്നു, റവന്യൂ 8% ഉയർന്നു, ഡിവിഡൻഡ് 2 രൂപ പ്രഖ്യാപിച്ചു. ക്രോംപ്ടൺ ഷെയർസ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. സോളാർ റൂഫ് ടോപ്പ് ബിസിനസ്സിലേക്ക് കമ്പനി വരികയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസും നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉയർന്നിട്ടുണ്ട്. 10 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. JR ഇൻഫ്ര പ്രൊജക്ട് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇടിവ് രേഖപ്പെടുത്തി. റവന്യൂവും 9% ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റെർലൈറ്റ് ടെക് കമ്പനി 82 കോടി രൂപ ലോസിൽ നിന്ന് 40 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി താഴെ കാണാം, യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 1.7% ഫോളോ ചെയ്ത് 16. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ തന്നെ മിക്സഡ് ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $30 ഇടിഞ്ഞു, $3,209 എന്ന നിലയിലാണ് പെർ ഔൺസിനുള്ളത്. ബിറ്റ് കോയിനും ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ $2,000 അടുത്ത് റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉള്ളത്.
വിശദമായിട്ടുള്ള നമ്മളുടെ വീക്കെൻഡ് ന്യൂസായിട്ട് നമുക്ക് ഞായറാഴ്ച കാണാം. ഇപ്പം മാർക്കറ്റ് കോഴ്സുകൾ, സ്വിംഗ് കോഴ്സും ഓപ്ഷൻ കോഴ്സും എല്ലാം തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഓഫ്ലൈൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. ഓൺലൈനായിട്ട് എപ്പോഴും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്മിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. താങ്ക്